നമസ്കാരം. പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 2 മാസമായിട്ട് ഇവിടെ തന്നെ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ താമസവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തെന്നാ ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങ് കാണിക്കാം. എന്താണ് ഒരു ലോറി, അതായത് നാഷണൽ പെർമിറ്റ് ലോറി അല്ലെങ്കിൽ ഇതേമാതിരി ട്രെയിലറൊക്കെ ഓടിക്കുന്നവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് ചിരിയും കൂടി ഓപ്പൺ ആക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പതിയെ അഡ്ജസ്റ്റായി വരുന്നുണ്ട്. പക്ഷെ സ്ഥലങ്ങളും ഒന്നും അങ്ങ് ഇതാവുന്നില്ല. സ്ഥലം കുറവാണ് വണ്ടിക്കകത്ത്. പക്ഷേ കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3നും കൂടി ഒറ്റ ഒരു പരിപാടി ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വേറൊന്നുമില്ല, ഇന്ന് ഗോതമ്പ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി വെക്കാൻ പോവാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്കും വൈകിട്ടത്തേക്കും ആവും, രാവിലത്തെ ആവും. അപ്പോൾ ഒറ്റ പരിപാടിയിൽ എല്ലാം തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇന്നലെ ചോറ് വെച്ചു. എൻ്റെ കൂടെ മറ്റേ അണ്ണൻ ഉണ്ടായിരുന്നു, അറുമുഖൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി കറിയും വെച്ചു. എൻ്റെ കയ്യിലില്ല, വേറെ വണ്ടിയിൽ. പുള്ളി അടുത്ത വേറെ വണ്ടിയിലായിരുന്നു, മോനും അറുമുഖനും കൂടെ. അറുമുഖൻ്റെ മോനും. അപ്പോൾ അവർ വേറെ വണ്ടിയിൽ, ഞാൻ വേറെ വണ്ടിയിലായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഗുഡ് ഷെഡിലാണുള്ളത്. ഓട്ടം ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഇവിടെ 2 ടൈപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കമ്പനിയിൽ 2 ടൈപ്പ് ഓട്ടങ്ങളാണ്. ഒന്ന് ബാറ്റ, ഒന്ന് സാലറി. ഞാൻ ബാറ്റയിൽ ഓടുന്നതാണ്. എനിക്കിപ്പോൾ ലോക്കൽ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ ബാറ്റ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. ലോങ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ലോക്കൽ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി സാലറിയിൽ ഓടുന്നത് 45,000 രൂപ സാലറി ഉണ്ട്, ആണ് ഈ സാലറിയിൽ ഓടുന്നവർക്ക് കിട്ടുന്നത് ഒരു മാസം. അപ്പോൾ അവർക്ക് ഇപ്പം ഒരു ലോക്കൽ പോയിട്ട് ഇപ്പോൾ ഒരു കമ്പനിയിൽ പോയി 2 ദിവസം 3 ദിവസം കിടന്നെന്ന് വെച്ചിട്ട് ഒരു 50 കിലോമീറ്റർ ഓടിയിട്ട്, അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഓടി, 300 കിലോമീറ്റർ ഓടിയിട്ട് അവിടെ ഒരു 10 ദിവസം 3-4 ദിവസം കിടന്നു വെച്ചാൽ യാതൊരു കുഴപ്പമില്ല അൺലോഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ അത് ഞങ്ങൾ ഈ ബാറ്റക്ക് ഓടുന്നവർ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ ബാറ്റ മാത്രമേ കിട്ടത്തുള്ളൂ. മറ്റവർക്കെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിശ്ചിത ഒരു വരുമാനം അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 45,000 രൂപ എങ്ങനെ കളിച്ചാലും അവർക്കത് കിട്ടും. ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയാൽ മാത്രം കിട്ടുന്ന പൈസയാണ്. ഓട്ടം അതും കാലിക്ക് ഓടിയാൽ പൈസയില്ല ബാറ്റയിൽ ഓടുന്നവർക്ക്. മനസ്സിലായി? ഇപ്പോൾ ഇവിടുന്ന് ബെല്ലാരി ഗുഡ് ഷെഡിൽ നിന്ന് സേലത്തേക്ക് പോയി. സേലത്ത് കൊണ്ടുപോയി ലോഡ് ഇറക്കിയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഞങ്ങളടുത്ത് പറയും ബെല്ലാരിക്ക് പൊക്കോളാൻ പറയും, കാലിയായിരിക്കും അത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ട്രിപ്പ് നോക്കിക്കോ, കാസർഗോഡ് പോയി. എവിടെ നിന്നാ, ട്രിച്ചിക്കടുത്ത് തോകമല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാസർഗോഡ് ബെല്ലാരിക്ക് പോയി. അപ്പം ഈ തോകമല വരെ ഗുഡ് ഷെഡിൽ നിന്ന് തോകമല പോകുന്നതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൈസ. മറ്റേ തോകമലയിൽ നിന്ന് ബെല്ലാരിക്ക് പോയതിന് പൈസ ഇല്ല, അത് ഫ്രീ ആണ്. എന്ന് വെച്ചാൽ വണ്ടി കാലിക്കാണ് ഓടുന്നത്. അത് കാലിക്ക് ഓടുമ്പോൾ നമുക്ക് ബാറ്റയില്ല. കാലിക്ക് ഓടി ബെല്ലാരി ചെന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ വല്ല മഹാരാഷ്ട്രയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് തന്ന ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡേക്കായിരുന്നു. കാസർഗോഡേക്ക് പോകുമ്പോഴും തെറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം കാസർഗോഡ് നിന്ന് പൊതുവിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ലോഡ് ഇറക്കി കഴിഞ്ഞാൽ, കാസർഗോഡ് ലോഡ് ഇറക്കണം എന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടായിരുന്നു ആ ലോഡ്. അപ്പം അതിൻ്റെ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും. മംഗലാപുരത്തേക്ക് ഇടയ്ക്ക് ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കണം കേട്ടോ, ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ട് വെച്ച് സമയം എടുക്കുന്നത്. ഓക്കെ. അപ്പം മംഗലാപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആന്ധ്രയിലേക്ക് ലോഡാവും. അപ്പോൾ അങ്ങനെയായിരുന്നു സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്ത് ലോഡ് എടുക്കുന്നില്ല മംഗലാപുരത്ത് കോയിൽ. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ച്, എൻ്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തും അറുമുഖൻ എന്ന് പറഞ്ഞ പുള്ളി, ഞങ്ങൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തിരിച്ച് കോയമ്പത്തൂർക്ക് പോരാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മഗ് ഇരിക്കുന്നുണ്ട്. ആ മഗ്ഗിനകത്ത് ഒഴിക്കുന്നത്, വണ്ടിക്കകത്തല്ലാട്ടോ ഒഴിക്കുന്നത്.
അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് ഓടി. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തോതമലയിൽ നിന്ന് ബെല്ലാരി 650, പിന്നെ ബെല്ലാരിയിൽ നിന്ന് കാസർഗോഡ് നിന്ന് കോയമ്പത്തൂർ 360-370 കിലോമീറ്റർ. രണ്ടും കൂടെ ചേർത്തിട്ട് ഏകദേശം 1000 കിലോമീറ്റർ കാലിക്കോടി. ആകെ ഓട്ടം അതിനകത്ത് രണ്ടും കൂടെ ഉള്ള ഇവിടുന്ന് തോകമല ഏതാണ്ട് 360, അവിടുന്ന് 480, അങ്ങനെ പകുതിക്ക് പകുതി കാലിയാണ് ഓടിയത് അതിനകത്ത്. അപ്പോൾ അത് ഭയങ്കര നഷ്ടമായി പോകും. വണ്ടി ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സെയിം ആണ്. ലോഡ് വെച്ചിട്ട് ഓടിക്കുമ്പോൾ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. സ്ട്രെയിറ്റ് റോഡിലല്ല, ഈ പറഞ്ഞ മാതിരി ഗാർഡ് സെക്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. ബാക്കി സ്ട്രെയിറ്റ് റോഡിൽ ഓടുമ്പം ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ ഇതൊക്കെ എന്താ പറയണത്, നമ്മുടെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ചൂടാവുന്നത്. ഇത് കട്ടിംഗ് പാഡായിട്ട് ഉപയോഗിക്കുന്ന അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്താ പറയണത്, പകുതിക്ക് പകുതി കാലുപടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 1 ദിവസം 2 ദിവസം ഞാൻ വെറുതെ കിടന്നു. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തായിരുന്നു, എനിക്ക് ഇനിയിപ്പം ലോക്കൽ ഓടാനായിട്ട്. ഇവിടെ ലോക്കൽ ഓടുന്ന ഞാൻ പറഞ്ഞില്ലേ, ലോക്കൽ വണ്ടി ഓടിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ലോക്കൽ ഓടുന്നവർക്ക് ആ ട്രിപ്പ് കൊടുക്കാൻ പറഞ്ഞു. ലോക്കൽ ഓടുന്ന ട്രിപ്പ് അവർക്ക് കൊടുക്കുക. കാരണം ഞങ്ങൾക്ക് മാറ്റേക്ക് ഓടുന്നവർ ഈ ലോക്കൽ ഓടിക്കഴിഞ്ഞാൽ മുതലാവില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അതിപ്പോൾ എൻ്റെ ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പുള്ളി പറഞ്ഞു ഓക്കെ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നു. 2 ദിവസമായിട്ടും എനിക്ക് ട്രിപ്പായില്ല. അപ്പോൾ പിന്നെയും വെറുതെ കിടക്കണം എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഒരു പെരുന്തുറ എന്ന് പറഞ്ഞ ആ ട്രിപ്പ് എടുത്തിട്ട് പോയി. പെരുന്തുറ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം അവിടെ പോസ്റ്റ്. 2 ദിവസം അവിടെ കിടന്നു. 2 ദിവസം കിടന്നിട്ട് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി ലോഡ് കയറ്റിയത്. ഞാൻ ഇറക്കി വരുമ്പോൾ 3-ാം തീയതി ആയി. ഉള്ളി അരിയുന്നതാണേ. ഉള്ളി, പച്ചമുളക് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി മധുരം കൂടി ഇട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും വേണ്ടേ കഴിക്കാനായിട്ട്. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. ഇന്നത്തെ കാര്യം ഓക്കെ ആവും. എനിക്കല്ലെങ്കിൽ എരിവ്, ചൂട്, ഈ 2 സാധനം വലിയ പിടുത്തില്ലാത്ത കാര്യമാണ്. അപ്പം അവിടെ പോയി 3-ാം തീയതി ഇന്നലെയാണ് തിരിച്ചു വന്നത്. ഇന്നലെ വന്ന് ഇവിടെ കിടക്കുക. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ മാസം ഓടിയേക്കുന്ന കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ബാറ്റൊക്കെ ഓടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഓടിയാൽ ശരിയാവില്ല. ഇപ്പം ഉള്ളിയും പച്ചമുളക്, പഴുത്ത മുളകായി, ചുവന്ന മുളകായി. ഇപ്പോൾ അത് 2 അരിഞ്ഞുണ്ട്. ഇനിയിപ്പം ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം. നോക്കട്ടെ എന്താവുമെന്ന്. സ്പൂണുണ്ട്. വെള്ളം പോരാ. വെള്ളം ഒഴിച്ച് ലാസ്റ്റ് വെള്ളം മാത്രം ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് ആക്കിയെടുക്കും ഞാനത്.
നിങ്ങൾക്ക് ബോറടിക്കും. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. ഓക്കെ, ഞാനിത് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഈ പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒഴിക്കാവുന്ന ഒരു പരുവ. എന്നിട്ടിത് പരത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. നോക്കട്ടെ കേട്ടോ എന്താവുമെന്ന്. നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് അനക്കം പിടിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണണ്ട. ഇത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ പരട്ടാനായിട്ട് എൻ്റെ കയ്യിൽ വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഒരു ഉള്ളി സവാള ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മുക്കി ഞാൻ തേക്കാനുള്ള പിടിക്കാം. ഓക്കെ, ഇതപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ദൈവമേ, ഇതെന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ കണ്ടുകൊള്ളുക. ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഒരു പരിപാടിയാണ്. തീ കത്തിക്കട്ടെ. നമുക്ക് കത്തിയാൽ പോലും അറിയില്ല, അത്രയും ക്ലിയറാണ് ഫ്ലെയിം. തീ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ്. സവാളയാണ്. സവാള വെട്ടിയത് വെച്ചിട്ടാണ് ഞാൻ എണ്ണ ഇടുന്നത്. ദോശ ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ, ചൂട് എരിവ് രണ്ടും എനിക്കിഷ്ടമല്ല. ഭയങ്കര ചൂടായിപ്പോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനല്ല, സംഭവം കിടുവായിട്ടുണ്ട്. കിടു എന്ന് പറയുന്നത് അമ്മാരി കിടും.